ജി സുധാകരനോട് CPM ഉടലെടുത്തിരിക്കുന്ന ആഭ്യന്തര കലാപങ്ങളാണ് രാഷ്ട്രീയ കേരളം കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തിരുന്നത്. ഇപ്പോഴിതാ സുധാകരനോടുള്ള അവഗണനയ്ക്ക് പിന്നാലെ ആലപ്പുഴ CPM അതൃപ്തി പുകയുന്നു. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ രാഗേഷ് ആണ് രംഗത്തെത്തിയത്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വെളിച്ചമാണ് ജി സുധാകരൻ എന്നും അഭിമാനത്തോടെ ഉറക്കെ വിളിച്ചു പറയാവുന്ന പേരാണതെന്നും ഷീബ പറഞ്ഞു. ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലൂടെയായിരുന്നു ഇവരുടെ പരാമർശം. സഖാവിനെ കുറിച്ച് നാടുനീളെ കുറ്റം പറയുന്നവർ വായിക്കാനാണ് കുറിപ്പെന്നും ഷീബ പറയുന്നു. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ വെളിച്ചമെന്ന് അഭിമാനത്തോടെ ഉച്ചത്തിൽ വിളിച്ചു പറയാവുന്ന പേരുകളിൽ ഒന്നാമത് സഖാവ് ജി സുധാകരൻ തന്നെയാണ്. ആ പേരും പറഞ്ഞ് എത്ര ഉപദ്രവിച്ചാലും മൂലക്കിരുത്തിയാലും വെട്ടിക്കൂട്ടിയാലും അതുറക്കെ പറയാൻ പേടിയില്ല. സഖാവിനെ കുറിച്ച് നാടുനീളെ നടന്ന് കുറ്റം പറഞ്ഞ് നേരിട്ട് കാണുമ്പോൾ മുട്ടുവിറയ്ക്കുന്നവർ വായിക്കാൻ എന്നാണ് ഷീബ രാഗേഷ് ഫേസ്ബുക്കിൽ കുറിച്ചത്. നേരത്തെ CPM അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലേക്ക് ജി സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല. ഉദ്ഘാടന സമ്മേളനത്തിൽ നിന്നും പൊതുസമ്മേളനത്തിൽ നിന്നും ജി സുധാകരനെ ഒഴിവാക്കുകയായിരുന്നു. സുധാകരന്റെ വീടിനടുത്തായിരുന്നു പൊതുസമ്മേളന വേദി. ഇതിന് പിന്നാലെ ജി സുധാകരനെ ക്ഷണിക്കാത്തതിൽ വിശദീകരണവുമായി ജില്ലാ സെക്രട്ടറി R നാസർ രംഗത്ത് വരികയായിരുന്നു. സുധാകരനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനാണ് ക്ഷണിക്കാതിരുന്നതെന്നായിരുന്നു R നാസർ വ്യക്തമാക്കിയത്. പാർട്ടി പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കാറുണ്ട്. നിലവിൽ പാർട്ടി അംഗം മാത്രമാണ് ജി സുധാകരനെന്നും ജില്ലാ സെക്രട്ടറി കൂട്ടിച്ചേർത്തിരുന്നു. ഇതിന് പിന്നാലെ സുധാകരനെ പാർട്ടിയിലേക്ക് ക്ഷണിച്ച് BJPയും കോൺഗ്രസും രംഗത്തെത്തിയിരുന്നു. ഇതോടെ അതൃപ്തി അറിയിച്ച് സംസ്ഥാന നേതൃത്വവും രംഗത്തെത്തി. സാധാരണ അംഗമെന്ന പ്രയോഗം പാടില്ലെന്നും അർഹിക്കുന്ന ആദരവ് നൽകണമെന്നും ജില്ലാ സെക്രട്ടറിക്ക് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർദ്ദേശം നൽകിയിരുന്നു. മുതിർന്ന നേതാക്കളെ പരിഗണിക്കുന്നതിൽ പുതിയ മാനദണ്ഡം ചർച്ചയാക്കാനും സംസ്ഥാന നേതൃത്വം തീരുമാനിച്ചിരുന്നു. നിലവിൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ് സുധാകരൻ. അതേസമയം സുധാകരനെ CPM നേതൃത്വം അവഗണിക്കുമ്പോഴും കോൺഗ്രസും BJPയും സകല തന്ത്രങ്ങളും സ്വീകരിച്ച് ഏത് വിധേനയും ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. അതിനിടെ സുധാകരനെ വീട്ടിലെത്തി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സന്ദർശിച്ചതും ചർച്ചയായി. സൗഹൃദ സന്ദർശനമെന്നാണ് വേണുഗോപാലിന്റെ പ്രതികരണം. സ്വാഭാവിക സന്ദർശനമെന്ന് ജി സുധാകരനും പറയുന്നു. തനിക്ക് എന്തിനാണ് അതൃപ്തി എന്നായിരുന്നു സുധാകരൻ പിന്നീട് മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചത്. BJP നേതാവ് B ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും അദ്ദേഹത്തെ സന്ദർശിക്കുകയുണ്ടായി. സത്യസന്ധനായ കമ്മ്യൂണിസ്റ്റും പൊതുപ്രവർത്തകനുമാണ് ജി സുധാകരനെന്നും BJPയുടെ പ്രത്യയ ശാസ്ത്ര ഗ്രന്ഥം ജി സുധാകരന് സമ്മാനിച്ചുവെന്നും സന്ദർശനത്തിന് ശേഷം ഗോപാലകൃഷ്ണൻ പറഞ്ഞിരുന്നു. സുധാകരന്റെ മനസ്സ് പകുതി BJPക്കാരന്റേത് കൂടിയാണെന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാജ്യദ്രോഹികളുടെ കരാളഹസ്തത്തിലാണെന്ന BJP വാദം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ടെന്നും ഗോപാലകൃഷ്ണൻ പ്രതികരിച്ചിരുന്നു. ജില്ലയിൽ പാർട്ടി കൈപ്പിടിയിലാക്കിയ ഒരു വിഭാഗം സുധാകരനെ ബോധപൂർവം അവഗണിച്ച് അവഹേളിക്കുന്നതിൽ അണികളിലും പ്രതിഷേധം ശക്തമാണ്. അടുത്ത കാലത്തായി സുധാകരന്റെ പല പ്രസ്താവനകളും പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിരുന്നു. പ്രായനിബന്ധന ചൂണ്ടിക്കാട്ടി സുധാകരനെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തിയെന്ന് മാത്രമല്ല, പലപ്പോഴും അദ്ദേഹത്തെ അവഹേളിക്കുന്ന പ്രസ്താവനകൾ ജില്ലയിലെ ഒരു വിഭാഗം നടത്തിയിട്ടും തിരുത്താൻ പോലും സംസ്ഥാന നേതൃത്വം ഇടപെടാൻ തയ്യാറായിരുന്നില്ല. ഏതായാലും സുധാകരനോട് പാർട്ടി കാണിക്കുന്ന ഈ അവഗണന ജില്ലയിലെ തന്നെ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുമെന്നതിൽ സംശയമില്ല.